ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇതാ നമ്മൾ ലുലു മോളിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ ലുലു ഫ്ലവർ ഫെസ്റ്റിവൽ 2025 നടക്കുകയാണ്. കവാടമൊക്കെ കണ്ടോ, അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഇതാ നമുക്കൊരു ഫോൺ ബൂത്ത് പോലെ അവർ അത് ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല കേട്ടോ. പിന്നെ അതായത് കണ്ടോ, ഒരു സ്കൂട്ടർ കണ്ടോ, കൊച്ചു കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോട്ടെ. നല്ല രസമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ടെലിഫോൺ ബൂത്ത്, പിന്നെ ഇതുപോലെ ഒരു കിടിലൻ സ്കൂട്ടറിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഫോട്ടോ സ്റ്റോപ്പ് പോയിൻ്റായിട്ട് നമുക്കതിനെ കാണാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമുക്കിനി ഫ്രണ്ടിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇത്തവണത്തെ ലുലു ഫ്ലവർ ഫെസ്റ്റിവലിന് ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ കടന്ന് വരുമ്പോൾ തന്നെ വലിയൊരു സ്റ്റേജാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ കോമ്പറ്റീഷൻസൊക്കെ നടക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. അതുപോലെ വാലൻറ്റൈൻസ് ഡേയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫോട്ടോ കോൺടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് അതായത് കുട്ടികളുടെ ഫാഷൻ ഷോ, ഫ്ലവേഴ്സ്, ലിറ്റിൽ പ്രിൻസസ് ആൻഡ് ലിറ്റിൽ പ്രിൻസ്, ഫ്ലവർ പ്രിൻസസിൻ്റെ ഒക്കെ ഒരു കോൺടെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അത് വൈകുന്നേരമാണ് 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ. അപ്പോൾ ഇതാ ഇവിടെ ഈ നടുമുറ്റം, അതായത് നമ്മുടെ ലുലുവിൻ്റെ നടുമുറ്റമില്ലേ, നടുമുറ്റത്താണ് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് നമ്മൾ കയറി വരുമ്പോൾ തന്നെയാണ്, അതായത് നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഇതെല്ലാം സക്കുലൻ പ്ലാന്റിൻ്റെ കളക്ഷനാണ്. വൈഡ് വെറൈറ്റി ആയിട്ടുള്ള സക്കുലൻ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാറ്റസിൻ്റെയും പല വെറൈറ്റികൾ ഇതിവിടെ അവൈലബിൾ ആയിരുന്നു. കാണാനായിട്ട് പറ്റും, നമുക്ക് വാങ്ങിക്കാം ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ വളം വാങ്ങാനായിട്ട് പറ്റും, പോട്ട്സ് വാങ്ങാൻ പറ്റും. പല ടൈപ്പ് പോട്ട്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നമുക്ക് പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം തന്നെ ഇവിടെ കിട്ടും. അത് മാത്രമല്ല ഇത് പല പല ഗ്രൂപ്പുകളാണ്, അതായത് പ്ലാന്റ്സിൻ്റെ നഴ്സറികളാണ് ഇത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങുകയും ചെയ്യാം ഇത്. അതുപോലെ തന്നെ അവരുടെ എല്ലാം പേര് സഹിതം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ വേണമെങ്കിൽ നമുക്ക് ഓർഡറും ചെയ്യാം കേട്ടോ. ഇതൊക്കെ കണ്ടു, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് കള്ളിമുള്ള് ചെടിയില്ലേ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. എലോങ്കറ്റ എന്നാണ് ഇതിൻ്റെ പേര്. ഗോൾഡ് ലേസ് കള്ളിച്ചെടി അല്ലെങ്കിൽ ലേഡി ഫിംഗർ കള്ളിച്ചെടി, അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിന് പേര് വരുന്നത്. അതിൻ്റെ തന്നെ പല വെറൈറ്റികളാണ് പിന്നെ ഞാൻ അവിടെ കണ്ടതെല്ലാം തന്നെ. അതുപോലെ തന്നെ സക്കുലൻ പ്ലാന്റ്സുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ കള്ളിമുള്ള് ചെടിയുടെ തന്നെ ഒത്തിരി വെറൈറ്റി, നമുക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നുന്ന അങ്ങനെ പല വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേര് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ സെഡം അഡോൾഫി, കോപ്പർ ടോൺ, സ്റ്റോൺ ക്രോപ്പ്, അങ്ങനെ പല പേരുകളാണ് കേട്ടോ. അല്ലെങ്കിൽ ഗോൾഡൻ സെഡം, അങ്ങനെയൊക്കെയാണ് ഇതിന് സാധാരണ പേര് പറയുന്നത്. അതിൻ്റെ പല വെറൈറ്റീസ്. ആദ്യമൊക്കെ നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇതിൻ്റെ ഇങ്ങനത്തെ ഗ്രീൻ മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ തന്നെ പല വെറൈറ്റീസ്, ഫ്ലവേഴ്സ് പോലെ ഇരിക്കുന്ന കുരുകുരുന്നിങ്ങനെ ചെറിയ ഇതായിട്ടിരിക്കുന്ന, അതിൻ്റെ തന്നെ കളേഴ്സിലുള്ളത്, അങ്ങനെ ശരിക്കും ഫ്ലവർ പോലെ തോന്നുന്നത്, അങ്ങനെ പല വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ടല്ലോ. അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല കണ്ടുപരിചയമൊക്കെ തോന്നും. പക്ഷേ ഇത് എനിക്ക് അത്ര വലിയ പരിചയമില്ലാത്ത പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ. അപ്പോൾ പേരെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഇതിന് കോളംനിയ എന്നൊക്കെയാണ് അതിൻ്റെ പേര് വരുന്നത്. നല്ല രസമുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് കണ്ടോ, വലിയ ക്യാറ്റസ്, കള്ളിമുള്ളി ചെടിയുടേത്, അതുപോലെ തന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ലുലുവിൻ്റെ അകത്തളം പൂച്ചെടികളാൽ നല്ല അടിപൊളിയായി എന്ന് പറയാം. ശരിക്കും നടുത്തളം പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒത്തിരി പേര് വാങ്ങാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ വലിയ റേറ്റും ഉണ്ടായിരുന്നില്ല. പലതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ വളരെ റേറ്റ് കുറവാണ് പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് വാങ്ങുന്നുണ്ടായിരുന്നു. എനിക്കിതെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയായി തോന്നി. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണോ? ഞാൻ അതിൻ്റെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ക്രാസുല ക്യാപ്പറ്റില്ല എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ശരിക്കും അതാണോന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ കാരാതയാണെന്നുള്ളൂ, ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഓർക്കിഡിൻ്റെയും ഒക്കെ വെറൈറ്റി ഉണ്ട്. അതായത് നമ്മൾ ആദ്യം കണ്ടില്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. അതായത് പിന്നെ ഇത് നമ്മുടെ ലക്കി ബാമ്പു ആണിത്. അതിൻ്റെ കുറേ നമുക്ക് ഒരിടയ്ക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ ലക്കി ബാമ്പു, അതിൻ്റെ കുറേ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതായത് യെല്ലോ കളറും അതുപോലെ
റെഡ് കളറിലുള്ള ചെറിയ തൈയാണ് നിറയെ ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നത്. ചെത്തിപ്പൂവ്, നമ്മുടെ സ്വന്തം ചെത്തിപ്പൂവ്. പിന്നെ കുറേ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഓർക്കിഡിൻ്റെ കുറേ വെറൈറ്റീസ്. അതുപോലെ തന്നെ അപ്പുറത്ത് ആന്തൂറിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓർക്കിഡിൻ്റെ. പിന്നെ ഇതിൻ്റെ ഈ തൊട്ടിപ്പുറത്തെ സൈഡിൽ വേറൊരെണ്ണം വലിയൊരു ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കി. അത് രാജ നഴ്സറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീമിൻ്റെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഓരോ നഴ്സറികളിൽ നിന്ന് നമുക്ക് വാങ്ങാം. ഇവരുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കടലാസ് പൂക്കളില്ലേ, അതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബൊഗെയിൻ വില്ലയുടെ പല വെറൈറ്റീസ്, പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഞാൻ ഇങ്ങനെ കണ്ട് വന്നപ്പോഴാണ് ഒരു തണ്ടിൽ 6 കളറുള്ളത് വരെ ഉണ്ട്. അത് നമുക്ക് ഏകദേശം 1500 രൂപയൊക്കെ ആട്ടോ അതിൻ്റെ വില പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നേ നമുക്കൊന്ന് കണ്ടുപോവാം. പല വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികൾ ഇതിനിടയിൽ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇവരുടെ ഏറ്റവും കൂടുതൽ ഈ രാജ നഴ്സറി അവരുടെ കളക്ഷൻ എന്ന് പറയുന്നത് ബൊഗെയിൻ വില്ല കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ബൊഗെയിൻ വില്ല കളക്ഷനിൽ അപ്പുറത്തെ 6 കളറിലുള്ള ബൊഗെയിൻ വില്ലാസ് ഒക്കെ വരുന്ന ഒറ്റ തണ്ടിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് വിലയുണ്ട്. ചെറിയതാണ്, ഏകദേശം 3-4 മാസം കൊണ്ട് ചെയ്തതുണ്ട്. അതുപോലെ ചിലത് 3 വർഷം കൊണ്ട് അത്രയൊക്കെ ആയതാണ്. അതിന് 1500 രൂപയൊക്കെയാണ് കേട്ടോ വില. ഈ ഒരു ചെടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല മുല്ലയാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. അപ്പോൾ മുല്ലയുടെ വേറെന്തോ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. അതുപോലെ ഈ ഒരു വൈറ്റ് ഫ്ലവർ കണ്ടോ, അത് ശരിക്കും നമ്മുടെ കോളാമ്പിപ്പൂവിൻ്റെ, മഞ്ഞ കോളാമ്പിയുടെ കറക്റ്റ് വൈറ്റ് കളറാണ്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആർച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട്. നമ്മുടെ കാക്കപ്പൂവിൻ്റെ ബ്ലൂ ഇവിടെ ഇരിപ്പുണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു തണ്ടിൽ 6 കളേഴ്സൊക്കെ വരുന്ന ബൊഗെയിൻ വില്ലകൾ. അതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ ഇത്. ഇപ്പോൾ സാധാരണ നമുക്ക് വലിയ തൈകളും ഇങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റുന്ന അതിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഇത് 1500 6 കളറിനൊക്കെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞാൽ. കുറച്ചും കൂടെ ഒക്കെ അവരുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുറച്ചൊക്കെ കിട്ടും. എന്തായാലും ഭയങ്കര രസമാണ് ഈ 6 കളേഴ്സ് ഒറ്റ ഒരെണ്ണത്തിൽ നിൽക്കുന്നത് കാണാൻ തന്നെ വലിയ രസമാണ്. അതുപോലെ തന്നെ ഈ ബൊഗെയിൻ വില്ലയുടെ തന്നെ ഗ്രീൻ കളർ ലീഫ് അല്ലാതെ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലീഫ് ഉള്ളത്. അതുപോലെ ഫുൾ ഇങ്ങനെ ഇതെല്ലാം തൈകളാണ്. ഫുൾ നിറയെ പൂത്തതും അങ്ങനെയുള്ള എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ബോൺസായി ചെയ്തിരിക്കുന്ന ചെടികളാണ്. കുറേ എണ്ണം ബോൺസായി ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2-3 എണ്ണമാണ് അവരിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവരുടെ നഴ്സറി വരുന്നത് ലുലുവിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വരുന്നവർക്ക് വേണമെങ്കിൽ അവിടെ നിന്നും വാങ്ങാം. ഇവർ കുറച്ച് വെറൈറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞത്. ഇതെല്ലാം ബോൺസായി ആണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഈ ഒരു ബോൺസായി. കാരണം ശരിക്കും ഈ ഒരു ചെറിയൊരു മരം പൂത്ത് നിൽക്കുന്ന പോലെ തോന്നും. അതിൻ്റെ അടുത്ത് ഇങ്ങനെ കാണുമ്പോഴാണ് അതൊരു ബോൺസായി ചെടിയാണ്. നമുക്ക് ടേബിളിലൊക്കെ വയ്ക്കാനായിട്ട് നല്ല രസമായി ഈ ബോൺസായി ചെടികൾ. അതിനൊന്നും വലിയ റേറ്റ് അവർ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റേറ്റുകളായിരുന്നു ബോൺസായി ചെടികൾ.
നമ്മളിപ്പോൾ ലുലുവിൻ്റെ നടുമുറ്റത്ത് വന്നിട്ട് സൈഡിലുള്ളടത്താണ് പോയിപ്പോൾ നോക്കിയിട്ട് വന്നത്. ഇനി ഇതാ കറക്റ്റ് നടുമുറ്റത്തുള്ളിടത്താണ് ഇതാ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയും ബട്ടർഫ്ലൈയുടെയും ഒക്കെ ഷേപ്പിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് കുറച്ച് വൈഡായിട്ടുള്ള വലിയ കളക്ഷൻ വരുന്നത് കേട്ടോ. ഇവിടെയും ഈ പറഞ്ഞ പോലെ ബൊഗെയിൻവില്ല, അതുപോലെ തന്നെ ഒത്തിരി കളക്ഷൻസ്, ചെമ്പരത്തിയുടെയൊക്കെ വലിയ കളക്ഷൻ ഉണ്ട്. ഇതാ ഈ ഒരു ചെറിയ പൂക്കൾ, അതിൻ്റെ പേര് ഞാൻ മറന്നു. പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെയൊക്കെ ഒത്തിരി കളക്ഷൻ, റോസിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള പല ടൈപ്പ് റോസുകൾ, അത് തന്നെ ഡബിൾ ത്രിബിൾ കളറുള്ള റോസുകൾ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാക്കപ്പൂ, അങ്ങനത്തെ അതിൻ്റെ പല പല കളക്ഷൻ. ഈ കാക്കപ്പൂ അതൊരു മലയാളം ഇതാണ്, അതിന് ശരിക്കും പേര് വേറെ എന്തോ ആണ്. പിന്നെ ഇതാ എനിക്കിഷ്ടമുള്ള ഒത്തിരി ഫ്ലവേഴ്സ്, ഡാലിയ, അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എല്ലാത്തിൻ്റെയും പേര് പറയാനാണെങ്കിൽ ഓർക്കില്ല. അതായത് ക്രിസ്റ്റോസം അല്ലേ, അങ്ങനെയല്ല എൻ്റെ പേര്. അങ്ങനെ കുറേ ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചെടി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പ്ലാസ്റ്റിക് ചെടിയാണോ എന്ന് വിചാരിച്ചു. ഒരു വൈറ്റ്, ഒരു ചെറിയ കളർ കലർന്ന ഒരു ഗ്രീനിഷ്, അതിനകത്തിങ്ങനെ കണ്ട പ്ലാസ്റ്റിക് ആണെന്ന് നമ്മൾ തൊട്ട് നോക്കിപ്പോകും. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കളർ കേട്ടോ. അതുപോലെ തന്നെ ഓർക്കിഡുകളുടെ ഒത്തിരി വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഓർക്കിഡ്, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ആന്തൂറിയം ഉണ്ടായിരുന്നു കേട്ടോ. ആന്തൂറിയത്തിൻ്റെയും പല കളേഴ്സ്, പച്ച കളറിലൊക്കെ ഉള്ള ആന്തൂറിയല്ലേ, അതെല്ലാം ഉണ്ടായിരുന്നു. അതായത് പച്ച കളറിലുള്ള ഓർക്കിഡ്, ഇത് നല്ല ഫേമസ് ഓർക്കിഡല്ലേ. അതിൽ ഈ ഒരു ചെടി ഞങ്ങളുടെ വീട്ടിലുണ്ട്, അതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയില്ല. അതിൽ കുറേ നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു ഇവിടുന്ന്, വിലയൊക്കെ ചോദിച്ച് ധാരാളം പേര് വാങ്ങുന്നുണ്ടായി. ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഇതാണ് ആന്തൂറിയം. ആന്തൂറിയത്തിൻ്റെ ഒത്തിരി കളേഴ്സ്, ഗോൾഡൻ, അതുപോലെ ഹാർട്ട് ബ്ലീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല റെഡ് കളറിലുള്ളത്, പിന്നെ വൈറ്റ് കളറിലുള്ളത്, പിന്നെ ഗ്രീൻ കളറിലുള്ളത്. ഇതാണ് ഗ്രീൻ അതെനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു.
നമ്മുടെ പഴയകാല ചെടികളിൽ ഹൈഡ്രാഞ്ചിയ പെടുമല്ലോ, ഹൈഡ്രേഞ്ചിയ അതുപോലെ ഇലച്ചെടികളിൽ തന്നെ പല കളർഫുള്ളായിട്ടുള്ള പല ചെടികൾ, ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള ചെടികൾ. അപ്പോൾ ഞാനിതൊക്കെ എന്താ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടാവുമല്ലോ, വന്നിട്ട് ലുലു മോളിലെ ഈ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതാ ഈ ഒരു റോസ് നോക്ക് എന്ത് ഭംഗിയാണ്, അത് ഡബിൾ കളറിൻ്റെ റോസാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ചെടികൾ ഇവിടെയുണ്ട്. അതായത് ഫ്ലവർ ഞാൻ ആദ്യം കാണിച്ചെന്ന ആ റോസിൻ്റെ വേറൊരു കളർ ചേഞ്ചിലുള്ള ഈ ഒരു റോസ് കേട്ടോ. അതിൻ്റെ കളർ കണ്ടോ, ഡബിൾ ട്രിപ്പിൾ കളറൊക്കെയാണ് അതിനകത്ത് വരുന്നത്. റോസ് പിന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടാണല്ലോ. ഇവിടെ എല്ലാം തന്നെ ഡബിൾ കളറിലുള്ള റോസുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിൻ്റെ തന്നെ ചെറുതും കൊലകുത്തി ഉണ്ടാവുന്നതും ഒക്കെ. അതാ ഇത് കണ്ടോ, മൊസാണ്ടയുടെ പല വെറൈറ്റീസ് ഇവിടെ കണ്ടു. ഇതാ ഈ ഒരു ബൊഗൈൻ വില്ല എന്ന് പറയുന്ന അതിനകത്ത് ഫ്ലവേഴ്സ് ഇങ്ങനെ തിക്കായിട്ട് ഉള്ളിലിങ്ങനെ നിൽക്കുകയാണ്, പുറത്തേക്കായിട്ടല്ല കേട്ടോ. അതുപോലെ തന്നെ അതാ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, വൈറ്റ്, യെല്ലോ, അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ നമ്മൾ ആദ്യം കണ്ട ചെടി അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാ യെല്ലോ കളറിൽ, അതിൻ്റെയൊക്കെ പേരെനിക്കറിയില്ല. പിന്നെ ഇതാ ഡാലിയ വരുന്നുണ്ട്. ഡാലിയയുടെ തന്നെ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കളേഴ്സ് ഡബിൾ ഷെയ്ഡിലുള്ളതും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല എല്ലാ പൂക്കളും ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അവിടെ ലുലുവിനകത്ത് AC ആണെങ്കിലും ചെറിയൊരു ചൂടും എല്ലാം ഏറ്റ് ഇവർക്കൊരു ഇച്ചിരി തളർച്ചയൊക്കെ ഉണ്ട്. വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. പിന്നെ എല്ലാത്തിൻ്റെയും പേര് ചോദിച്ചാൽ എനിക്കും പേരറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മുടെ ലുലുവിൽ വന്ന് ഫ്ലവർ ഫെസ്റ്റിവൽ കാണാൻ പറ്റാതിരുന്നവർക്ക് വേണ്ടിയിട്ട് ആവട്ടെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും പേര് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ചെടികളുണ്ട്. പിന്നെ ഈ ചെടിയുടെ ആരാധകർക്ക് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പേരറിയാം. ഞാനാണെങ്കിൽ ഇതിൻ്റെ പേരൊക്കെ ഓർത്തെടുക്കാൻ ഇത് നമ്മുടെ പണ്ടത്തെ കൊങ്ങിണിപ്പൂവിൻ്റെ 2-3 കളേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ബൊഗൈൻവില്ലയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ. ബൊഗൈൻവില്ലയുടെ പല വെറൈറ്റികൾ ഇവിടെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഇതുവരെ കാണാത്ത കുറേ അതായത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ നല്ല രസമായിട്ട് അതിൻ്റെ ബ്ലൂ കളർ കണ്ടു. ഇതിപ്പോൾ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണെന്ന് തോന്നുന്നു. അത് കുറേ നാൾ കഴിയുമ്പോൾ ബ്ലൂ ആവുന്നതാണ്. എന്തായാലും അത് നല്ല രസമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ പടർത്തിയിട്ട് അതിങ്ങനെ താഴേക്ക് അതിൻ്റെ ഇങ്ങനെ കൊലകുത്തി ഉണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. അതായത് ഇവിടെ കുറേ ഇലച്ചെടികളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ചെടികളാണ്. അതിൻ്റെ തന്നെ പല വെറൈറ്റികളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു പുതിയ ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും അതിൻ്റെ പേര് നോക്കിയപ്പോഴാണ് സിൽവർ റാഗ്വോട്ട് അങ്ങനെ ഒരു പേരുണ്ട് അതിന്. അതുപോലെ ജാക്കോബിയ മാരിറ്റിമ അങ്ങനെ പല പേരുകൾ ആ ഒരു വൈറ്റ് ചെടിക്കുണ്ട് കേട്ടോ. പിന്നെ മുളകാണ് നമ്മൾ ആദ്യം കണ്ടത്, പച്ചമുളക്. അതുപോലെ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുതിയതാണ്. യെല്ലോ ഫ്ലവേഴ്സാണ് അതിനകത്ത് ഇങ്ങനെ വരുന്നത്. മുകളിലാണ്, ഇലകളുടെ മുകളിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുള്ളൊരു കേട്ടോ. അത് പുതിയതാണ്. പിന്നെ അവിടെ അവരുടെ ഇത് മങ്കാടൻ നഴ്സറിയാണ് കേട്ടോ. അവരാണ് ഈ ഒരു നടുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ ഈ നഴ്സറിക്കാരാണ്. എന്തായാലും ഇതൊക്കെ കണ്ടിങ്ങനെ നമുക്ക് പോകാം. വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചു. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. ഇവിടെ ഒരു വലിയ ബൊഗൈൻവില്ല ഉണ്ട് കേട്ടോ. അതെല്ലാം ഒത്തിരി പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം ഫോട്ടോ ബൂത്തുകളുള്ളതുകൊണ്ട് ഇവിടെ ഒത്തിരി ഫോട്ടോസ് ഒത്തിരി പേര് വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വേറെ ഒരു നഴ്സറി ടീമിൻ്റെയാണ്. അവരുടെ കൂടുതലും ഈ പറഞ്ഞ പോലെ ഇൻഡോർ പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാം തന്നെ ഇൻഡോർ പ്ലാന്റുകളായിരുന്നു. നമുക്കറിയാവുന്ന ഒത്തിരി ഇൻഡോർ പ്ലാന്റുകളുടെ വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് തോന്നുന്നു ഇൻഡോർ പ്ലാന്റുകൾ എല്ലാം ലീഫ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടെ കൂടുതൽ. ഫ്ലവേഴ്സിൻ്റെ പ്ലാന്റുകൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒത്തിരി ഇതെല്ലാം തന്നെ നമ്മുടെ ഓഫീസിലും വീടുകളിലും ഒക്കെ കാണുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ അതെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. എന്താ എനിക്ക് ഈ ചെറിയ ഒരു ചേമ്പിൻ്റെ ഇല പോലത്തെ അതിൻ്റെ പേരെന്താണെന്നറിയില്ല, അതെനിക്ക് ഒത്തിരി ഇഷ്ടം. അത് വീട്ടിലുണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ വീട്ടിലുള്ള പ്ലാന്റ്സ്. എനിക്കിതിൻ്റെ ഒന്നും പേര് പഠിച്ച് വയ്ക്കണം ഒരു ശീലമില്ലാത്ത വലിയ കഷ്ടമായിപ്പോയി. എന്തായാലും ഇതിൻ്റെ പേരറിയാവുന്നവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനിങ്ങനെ ഓരോരുത്തർ ഇവിടെ വന്നിങ്ങനെ വാങ്ങാൻ വരുന്നവരെല്ലാം അതിൻ്റെ പേരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, ഇത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. അതായത് ആ ചേമ്പിൻ്റെ തണ്ട് പോലെ അതിൻ്റെ ആ സൈഡിൽ മൊത്തം ഇങ്ങനെ കുരുന്ന് വരുന്നത്. അതൊരു ഡിഫറെൻ്റ്, അതൊരു പ്ലാന്റ്, അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി പ്രത്യേകത എന്ന് പറയുന്നത്. അതിവിടെ കുറേ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിനിപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ, ഇന്നും നാളെയും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഫെസ്റ്റിവൽ, ഫ്ലവർ ഫെസ്റ്റിവൽ അവസാനിക്കുകയാണ്. ഇനി ഈ നഴ്സറിയുടെയൊക്കെ പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ നഴ്സറികളിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ദാ ഇവിടെയും കുറച്ച് കള്ളിമുള്ള് ചെടിയില്ലേ, അതിൻ്റെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളത് എല്ലാം ഇവിടെ ഉണ്ട്. ഇവരുടെ ഓരോന്നിൻ്റെ പേരുകൾ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം നല്ല രസമുള്ളതല്ലേ, ഒരെണ്ണം വെച്ചാൽ മതി. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല രസമല്ലേ ഇത്, എല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്ന ടൈപ്പാണ്. അതായത് വേറെ ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ അതേ സെയിം ഫ്ലോറിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ പല പല നഴ്സറിക്കാരാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ല രസമായിട്ടൊരു ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വള്ളം പോലെ, അരയന്നത്തിൻ്റെ വള്ളം പോലെയുള്ള സ്റ്റൈലിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഫ്ലവേഴ്സൊക്കെ വെച്ച്. അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഈ നിൽക്കുന്ന ഒരു ലേഡിയുടെ ആണെന്ന് തോന്നുന്നു അത്. എന്തായാലും ഇവിടെയും നിറയെ ഇൻഡോർ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒത്തിരി പ്ലാന്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ഒത്തിരി പേർക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒത്തിരി വെറൈറ്റീസ്, പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് എന്താ ഈ ഒരു നഴ്സറി ടീമിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ ലുലു ഫ്ലവർ ഫെസ്റ്റിവൽ 2025 വിശേഷങ്ങൾ. കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് പറയണം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പകുതി എണ്ണത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ ഇതൊക്കെ പഠിക്കട്ടെ ഓരോന്ന് ചിലതിൻ്റെ മാത്രമേ പേരറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു ഫ്ലവർ ഫെസ്റ്റിവലായിരുന്നു. വാങ്ങുകയും ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന്. ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും ഇതുപോലെ ഫ്ലവർ ഫെസ്റ്റിവലിൽ കാണാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇടയ്ക്ക് വരും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒത്തിരി ഫ്ലവർ ഷോസ് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുറത്തിറങ്ങി ഒന്നും കൂടെ ബൂത്തിലൊക്കെ കയറി ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോയത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കുറച്ച് നാൾ നമുക്ക് വീഡിയോസും ഒക്കെ ഇടാനായിട്ടുള്ള സമയം കിട്ടിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് കണക്ട് ചെയ്ത് നിൽക്കണം. കുറച്ച് നല്ല വീഡിയോസുകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയായിരുന്നു, നിങ്ങളുടെ വീട്ടിലുള്ളത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പിന്നെ നമ്മുടെ മറ്റ് ചാനൽസ് ആയിട്ടുള്ള കുക്ക് വിത്ത് ജുവലും ബ്യൂട്ടി വിത്ത് ജുവലും ഒന്ന് കയറി നോക്കാനും ഇഷ്ടപ്പെട്ട വീഡിയോസ് കാണാനും മറക്കണ്ട. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.